Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന റെസിപ്പി പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി. ഇന്നലെ ഞാൻ കാണിച്ച ഇടിയപ്പത്തിന്റെ കൂടെ സെർവ് ചെയ്തതായിരുന്നു ഈ കറി. അപ്പോൾ അതിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ചില സമയത്തൊക്കെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുത്ത് അതിന്റെ ഷെല്ലെല്ലാം കളയാനൊക്കെ മടി വരില്ലേ, എന്നാൽ നമുക്ക് മുട്ടക്കറി കഴിക്കാനും തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു കറി പരീക്ഷിച്ച് നോക്കാം. ആ മുട്ടക്കറിയുടെ അതേ ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും, എന്നാൽ കൂടുതൽ ടേസ്റ്റിയുമാണ്. ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പം നമുക്ക് ആവശ്യം പോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറകെ ഞാൻ 2 പച്ചമുളക് നടുവേ കീറിയത്, അതിൻ്റെ കൂടെ തന്നെ 2 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. അതും ഇട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പുറകെ ഞാൻ ഒരു മീഡിയം സൈസ് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അത് ഏകദേശം ഒരു ഡാർക്ക് ബ്രൗണിഷ് ആകാൻ പോകുമ്പോൾ തന്നെ, ഏകദേശം ആ ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചുരുണ്ടിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചുരുണ്ടിയത് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് പ്രത്യേകത ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ പുറകെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും നമുക്കൊരു 1/2 ടീസ്പൂൺ ഞാനൊരു കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതൊരു 1/4 ടീസ്പൂൺ, ഇതിനനുസരിച്ച് വ്യത്യാസം വരുത്താം, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ശരിക്കും ഇത് ഇളക്കി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചമണം മാറും. പക്ഷെ ഞാനിപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല, കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ തന്നെ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഒരു 6-7 മിനിറ്റ് ഇട്ട് ഇളക്കി എൻ്റെ പച്ചമണം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും ചേർത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ചൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ടാവും ആ തക്കാളി. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവിൻ പാലാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1.5 കപ്പ് പശുവിൻ പാൽ, ചെറിയ 1.5 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് തിളയ്ക്കാനാക്കി വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. അപ്പം അത് നിങ്ങൾ ചെയ്യുമ്പോൾ ചേർക്കണം, ഒരു നുള്ള് പഞ്ചസാര. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പം ആ സമയത്ത് നമുക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 3-4 ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ശരിക്കും ചെയ്യാം, പക്ഷെ ഞാൻ ഇന്നിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ കോഴിമുട്ട ഇതേപോലെ പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടിട്ട് എന്നിട്ട് അത് ഡയറക്റ്റ്ലി നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ 2 ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് നേരിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ചെയ്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് നമ്മുടെ മുട്ട ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് ഹാർഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു സോഫ്റ്റ് പരുവത്തിൽ വരുമ്പോഴാണ് ടേസ്റ്റ് വരാം. അങ്ങനെ 3-4 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ഇതേപോലെ. അങ്ങനെ 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും, വളരെ സോഫ്റ്റ് കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കണ്ട എന്തൊരു സോഫ്റ്റ് ആണെന്ന് നോക്കുക ഓരോ പീസും. ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി, ബ്രെഡ്, പൊറോട്ട, ഇടിയപ്പം, ചോറിൻ്റെ കൂടെ പോലും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ
താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.